സിദ്ദിഖിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. മൂന്നാം കക്ഷികളുടേതുൾപ്പെടെ 16 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതുകൂടാതെ സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തിന് മുന്നിൽ മറ്റനേകം പരാതികളും ലഭിച്ചിട്ടുണ്ട്. പരാതികൾ 4 വനിതാ ഉദ്യോഗസ്ഥർക്കായി വിഭജിച്ച് നൽകും. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അനന്തൻ, ആദ്യം സിദ്ദിഖിന്റെ കാര്യം സംസാരിക്കാം. പോക്സോ അടക്കം ചുമത്തുമോ എന്ന് സംശയമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി വന്നോ? ആര്യ, സിദ്ദിഖിനെതിരായി ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇമെയിലായി DGPക്ക് പരാതി ലഭിച്ചത്. ഇത് അപ്പോൾ തന്നെ സിറ്റി പോലീസിന് കൈമാറുകയും അത് മ്യൂസിയം സ്റ്റേഷനിലേക്ക് കൈമാറി അവിടെയാണ് പുലർച്ചെ 2 മണിയോടെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ പോക്സോ കുറ്റം ചുമത്തിയിട്ടില്ല. ബലാത്സംഗ കുറ്റവും ഭീഷണിപ്പെടുത്തലുമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്ത ശേഷം മ്യൂസിയം പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അവർക്ക് ആ FIRമായി ബന്ധപ്പെട്ട് മറ്റ് എന്ത് നടപടികളാണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് നിലവിൽ ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന് അനുസരിച്ച് തുടർ നടപടികൾ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് ഉള്ളത്. അതേസമയം ഈ സിദ്ദിഖിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേക അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഈ ഇമെയിലായി ലഭിച്ച പരാതിയിലാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. ഇനി വെരിഫിക്കേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ് അത്യാവശ്യം. അത് ഇന്നിപ്പോൾ പരാതിക്കാരി കൊച്ചിയിലാണുള്ളത്. അപ്പോൾ കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മുഴുവൻ വനിതാ ഉദ്യോഗസ്ഥരും കൊച്ചിയിൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ആ കൊച്ചിയിൽ വെച്ച് തന്നെ പരാതിക്കാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്താനുള്ള നീക്കമാണ്, അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ മൊഴി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ വകുപ്പുകൾ, പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിനൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് പോകേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലും തീരുമാനമെടുക്കുക ഈ മൊഴിയെടുപ്പിന് ശേഷമാകും. ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം ഈ പുതിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 16ഓളം പരാതികൾ ഇപ്പോൾ ഔദ്യോഗികമായി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതായത് DGPക്കും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച പരാതികളിൽ നിന്ന് സോർട്ട് ചെയ്ത പരാതികളാണ് ഈ 16 എണ്ണം. അതിൽ തന്നെ മൂന്നാം കക്ഷികൾ നൽകിയ പരാതികളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി സോർട്ട് ചെയ്ത് ഇതിനകത്ത് കൃത്യമായ പരാതികൾ ആർക്കെതിരെയാണ്, അതായത് നേരിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള പരാതികൾ ഏതൊക്കെ എന്നത് വ്യക്തത വരുത്തിയ ശേഷം അതിൽ കൂടുതൽ നടപടികൾ, അതായത് FIR രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ കേസുകൾ ഇന്നും നാളെയുമായിട്ട് പ്രതീക്ഷിക്കാമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന വിവരം.